ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ഇതിൻ്റെ കട്ടിങ്ങാണ്, കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കാണിച്ചത്. ഇതിപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാമെന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചുരിദാർ കട്ടിൽ എങ്ങനെയാണ് നമ്മൾ റൗണ്ട് യോക്കിൽ നൈറ്റ് ഇത് ചെയ്തെടുക്കണമെന്നുള്ളത് കേട്ടോ. ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് വായോ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ മറന്നു പോകരുത് എന്നിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ വായോട്ടെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ഇതേപോലൊരു യോക്ക് പീസ് വെട്ടിയെടുത്തിട്ടുണ്ടായില്ല, ആ കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അത് ഞാൻ ഇതേപോലെ സെൻറ്ററിൻ്റെ ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുത്ത്, എന്നിട്ട് ഇതിനോട് ചേർന്ന തരത്തിലുള്ളൊരു ലൈനിങ് ആയിട്ടൊരു ഇതേപോലെ തന്നെ പീസ് ഇതേ അളവിൽ തന്നെ ഒരു പീസും കൂടി വെട്ടി ഇതിൻ്റെ ലൈനിങ് ആയിട്ട് ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നൈറ്റിയുടെ പീസൊക്കെ തന്നെ കോട്ടൻ്റെ തന്നെ ഒരു പീസാണ് ഞാൻ ഇവിടെ ലൈനിങ് ആയിട്ട് കൊടുത്തത്. കുറച്ച് കട്ടി കിട്ടണമല്ലോ ഈ ഭാഗത്ത്. നമ്മൾ എന്തായാലും ലൈനിങ്ങും പിന്നെ സ്പോഞ്ചൊന്നും വെച്ച് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ക്യാൻവാസൊന്നും വെച്ച് കൊടുക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ലൈനിങ് ഇട്ട് തയ്ച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ രണ്ട് കഴുത്തിൻ്റെ ഈ ഭാഗത്ത് കൂടിയും പിന്നെ ഈ സെൻറ്ററിൽ കൂടിയും ഇങ്ങനെ ഇതേപോലത്തെ നമുക്കൊന്ന് പൈപ്പിങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ക്രോസ് പീസ് വെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു സെയിം കളറല്ല, വേറൊരു കളറാണ് ഞാൻ വെട്ടി ഇതാക്കിക്കണത്. അത് ഞാൻ സൈഡ് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പീസ് ഞാൻ ഈ ഒരു യോക്ക് പീസിൻ്റെ മുകളിൽ കൂടി വെച്ചിട്ട് 4 ഇഞ്ച് അകലത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അടുത്ത പീസും ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും നമ്മൾ 4 ഇഞ്ച് വീതിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ കോർണറിലും ഞാൻ പറയാറുണ്ട്, കോർണർ എത്തുമ്പോൾ കുത്തി നിർത്തിയിട്ട് വേണം പിന്നീട് ഇങ്ങോട്ടേക്കുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനെന്ന് കേട്ടോ. അതുപോലെ പൈപ്പിങ് ചെയ്യുമ്പോൾ നല്ല സാവധാനം തന്നെ നല്ല ക്ഷമയോടുകൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ശരിയായി കിട്ടണമെങ്കിൽ നമുക്ക് ശരിക്കും നല്ല ക്ഷമിച്ചിരുന്ന് തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി അത് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ പറയാറില്ലേ, ഈ ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് ഈ തയ്യൽ തുമ്പ് വരുന്ന വിധത്തിൽ ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഇത് ക്രോസ് പീസ് നമ്മൾ വെച്ച് കൊടുത്തിട്ടില്ല, അത് താഴത്തേക്ക് മടക്കി ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നേരിയ പൈപ്പിങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നേരിയ വീതിക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി, അതാണ് ഭംഗി കേട്ടോ. നമ്മൾ ത്രെഡിൻ്റെ പൈപ്പിംഗ് ഒക്കെ ചെയ്യൂലേ, അപ്പോൾ ചെറിയ വീതിയല്ലേ ഉണ്ടാവുള്ളൂ. ആ ഒരു വീതിക്കാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 നെക്കിൻ്റെ ഭാഗവും ഞാൻ തയ്ച്ചിട്ട് കാണിച്ചു തരാം. ഇതേപോലെ ചെറിയ വീതിയിൽ ഈ 2 കഴുത്തിൻ്റെ ഭാഗവും ഈ സെൻറ്റർ ഭാഗവും ഞാൻ ഇതേപോലെ പൈപ്പിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൈപ്പിങ്ങിൻ്റെ വീഡിയോ നമ്മൾ കുറേ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പൈപ്പിങ് ഇപ്പോൾ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ആ വീഡിയോക്ക് നിങ്ങളൊന്ന് പോയി കാണണം കേട്ടോ. എല്ലാ വീഡിയോസിലും പൈപ്പിങ്ങിൻ്റെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും കാണുന്നവർക്ക് ബോറടിക്കൂലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇതേപോലത്തെ ഒരു പീസ് വെച്ചിട്ട് ഞാൻ ഈ 2 പീസിൻ്റെ അടിയിൽ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കും. എന്നിട്ട് നമുക്കൊന്ന് ഈ 2 പീസും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കണമല്ലോ. എന്നിട്ട് വേണം ഈ റൗണ്ടിൽ നമുക്കൊന്ന് പൈപ്പിങ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതും ഇതേപോലെ
നമുക്ക് ഒരു പീസ് അടിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ അപ്പോൾ ഈ രണ്ട് കഴുത്തിൻ്റെ ഭാഗവും മുകൾ ഭാഗത്ത് കറക്റ്റാക്കി വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ വെക്കൂലേ. അപ്പോൾ ഈ പീസുകൾ ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റാണോ നോക്കണം കേട്ടോ. ഈ മുകൾ ഭാഗത്ത് കഴുത്തിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റാക്കി വെക്കണം. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. സെൻറ്റർ ഭാഗവും ഞാൻ ഇതേപോലെ ഒരു പീസ് വെച്ചിട്ട് ഇതേപോലെ ഒരു പീസ് വെച്ച് കൊടുത്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ട് ഷേപ്പും കൂടി ഒന്ന് പൈപ്പിങ് ചെയ്തെടുക്കാനുണ്ട്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞു കൂട്ടേനെ ക്രോസ് പീസ് ഇതേപോലെ ക്രോസ് പീസ് കൂട്ടിയത് ഈ ഒരു പീസിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. 1/4 ഇഞ്ച് അകലത്തിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ ഇതേപോലെ പൈപ്പിങ് വെക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ലൈസ് വെച്ച് കൊടുക്കണം. ഇതിനോട് ചേർന്നൊരു കോൺട്രാസ്റ്റ് കളർ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ റൗണ്ടാക്കി തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഈ ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് ഈ തയ്യൽ തുമ്പ് വരുന്ന വിധത്തിൽ വെക്കുക. എന്നിട്ട് ഈ ക്രോസ് പീസ് താഴേക്ക് വെച്ച് നേരിയതാക്കി ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ഈ ഒരു നല്ല പീസിൻ്റെ മുകളിലേക്ക് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ചെറുതാക്കി ഞാൻ അങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ഇതേപോലെ ഞാൻ റൗണ്ട് ചെയ്ത് പൈപ്പിങ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പീസ് നമ്മൾ സ്കേർട്ട് പീസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട് പീസിലാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. ആ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തത് ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെന്തായാലും കട്ട് ചെയ്ത് കാരണം ഇതിൻ്റെ വാവട്ടം എന്തായാലും കൂടിയിട്ടുണ്ടാവും. നമ്മളവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ഒപ്പം ഇരിക്കുള്ളൂ പീസുകൾ. പക്ഷേ അതിൽ നിന്ന് അരികൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. പക്ഷേ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗം നമുക്കൊന്ന് കൂടും. ഈ വാവട്ടം കുറച്ച് വികസിക്കും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, ഈ സെൻറ്ററിൽ ഒരു 2 or 3 പ്ലേറ്റുകൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് നമുക്കിങ്ങനെ വെച്ച് നോക്കാം. എന്നിട്ട് എന്തോരം നമുക്ക് പ്ലേറ്റ് അവിടെ ഇടേണ്ടി വരും എന്നും കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സെൻറ്റർ ഭാഗത്ത് കണ്ടിട്ട് ഇതേപോലെ ഈ ബോക്സ് പ്ലേറ്റൊക്കെ നമ്മൾ ഇടൂലേ എന്ന പോലെ ഇങ്ങോട്ടേക്ക് ഒരു പ്ലേറ്റ് ഇടുക. ഈ ഇപ്പുറത്തെ വശത്തു നിന്ന് ഇങ്ങോട്ടേക്കും ഒരു പ്ലേറ്റ് ഇടുക. എന്നിട്ട് ഒരു പ്ലേറ്റും കൂടി അതേപോലെ തന്നെ ഇപ്പുറവും ഇടുക, ഇവിടെയും ഇടുക. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഇരിക്കും ഇത് നമ്മളിവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇരിക്കുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. എന്തായാലും അവിടെ 2-3 പ്ലേറ്റ് ഇടാതെ നമുക്കത് ശരിയാകില്ല. ചുരിദാർ കട്ട് നൈറ്റി ആണെങ്കിലും അങ്ങനെയാണ് അതിൻ്റെ ഒരു മോഡൽ വരണത് കേട്ടോ. ഇനി ഫ്രണ്ടിൽ പ്ലേറ്റ്സ് ഇട്ടെന്ന് പറഞ്ഞ് ഇതാക്കരുത്. എന്നുവെച്ചാൽ അതാണ് അങ്ങനെയാണ് അതിൻ്റെ മോഡൽ വരുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇവിടെ വെച്ച് നോക്കിയിട്ട് എത്ര പ്ലേറ്റ്സുകൾ നമുക്കിവിടെ വേണമെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അതനുസരിച്ച് ആദ്യം തന്നെ സ്കേർട്ട് പീസുമ്പോൾ നമുക്കൊന്ന് പ്ലേറ്റുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ശരിക്കും കറക്റ്റ് ഇതേപോലെ വെക്കുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഈ പീസുമ്മ ഈ നമ്മുടെ മെയിൻ പീസ് ഉണ്ടല്ലോ ആ പീസിൽ അടിയിൽ ഇങ്ങനെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അടിയിൽ ഇങ്ങനെ വരുന്ന വിധത്തിൽ വേണം ഈ മുകളിലത്തെ പീസ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളിത് ഇതേപോലെ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ അതേപോലെ നോക്കിയിട്ട് ഞാൻ ഇവിടെ ഇതിന് പ്ലേറ്റ് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്കിതേപോലെ ഞാൻ 4 ചെറിയ പ്ലേറ്റുകളാണ് ഈ സെൻറ്റർ വശം കണ്ട് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇനി ഈ പീസ് ഇതേപോലെ വെച്ച് ഈ പീസിൽ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം കേട്ടോ. എന്നിട്ട് വേണം ഇത് മുകളിൽ ഇതേപോലെ വെച്ച് കൊടുക്കുമ്പോൾ അടിയിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കണക്കാക്കിയിട്ട് വേണം ഇത് കറക്റ്റ് ചെയ്ത് ഇതേപോലെ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഉണ്ടോ അതേപോലെ ഒരു 3-4 ചെറിയ പ്ലേറ്റ്സുകളാണ് ഇട്ട് കൊടുത്തേക്കണത്. അത് നിങ്ങൾ നോക്കണം എന്തോരം ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ 2 പ്ലേറ്റ് ഇട്ടാൽ മതി, 3 പ്ലേറ്റ് ഇട്ടാൽ മതി. അത് ഓരോരുത്തർ ഇത് നോക്കിയിട്ട് വേണം കേട്ടോ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ഇതേപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട്
തയ്ച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൈപ്പിങ്ങിൻ്റെ മുകളിൽ കൂടി കയറാത്ത വിധത്തിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റാക്കിയൊക്കെ നല്ലോണം വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നല്ലോണം നോക്കണം കറക്റ്റായിട്ട് ഇരിക്കുമോ. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കഴിക്കാൻ നിൽക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നല്ലോണം നോക്കി കറക്റ്റ് ചെയ്തതിന് ശേഷം വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിങ്ങനെ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ച് കറക്റ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതേപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ആ ഒറ്റം വരെ ഇതേപോലെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഇത് കണ്ട ഇതേപോലെ നമുക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ പീസിൽ വെക്കണതിന് മുമ്പ് ഇവിടെ ഇത് കറക്റ്റ് ചെയ്ത് വെച്ച് നോക്കുക. എന്നിട്ട് ഇത് പ്ലീറ്റ്സുകൾ ഇടുക. ആദ്യം 2 പ്ലീറ്റ് ഇട്ടിട്ട് ഇതൊന്നും നിങ്ങൾ കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് നോക്കുക. അരയിഞ്ച് തയ്യൽ തുമ്പ് കരുതിയിട്ട് അതനുസരിച്ച് ഇത് മുകൾ ഭാഗത്ത് കൂടി വെച്ച് കൊടുക്കുമ്പോൾ ഇത് കറക്റ്റാണെന്ന് നോക്കുക. എന്നിട്ടും ഇവിടെ വികാസം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ പീസിൽ ഈ വാവട്ടം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓരോ പ്ലീറ്റ്സും കൂടി ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം ഭയങ്കര വലിയ പ്ലീറ്റുകളൊന്നും ഇടരുത്. ഇത് ചെറിയ പ്ലീറ്റുകൾ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ 2 പ്ലീറ്റ് ഇട്ടാലും മതിയാവും, ചിലപ്പോൾ 3 എണ്ണമൊക്കെ ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 എണ്ണം പ്ലീറ്റുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് കേട്ടോ. ഇനി നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നോട്ട് തന്നെ ഷോൾഡർ കൂട്ടുക, സ്ലീവ് അറ്റാച്ച് ചെയ്യുക, സൈഡ് 2 മടക്കി അടിക്കുക, ബാക്കിയുള്ള ഭാഗവും കൂടി മടക്കി അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബാക്ക് പീസിൽ നെക്ക് തയ്ക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ ക്രോസ് പീസ് വെട്ടിയിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെരിച്ച് വെച്ചിട്ട് ഈ ചെരിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളായിരിക്കണം നമ്മൾ ക്രോസ് വെട്ടുമ്പോൾ അതിൻ്റെ 2 അറ്റവും ചെരിഞ്ഞ ഭാഗമായിരിക്കുമല്ലോ ഇരിക്കണം. ആ ചെരിഞ്ഞ 2 ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് വേണം കേട്ടോ ഇതേപോലെ യോജിപ്പിച്ച് കൊടുക്കേണ്ട. ആ പീസ് വെച്ചിട്ടാണ് നമ്മൾ കഴുത്തിൻ്റെ ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ പൈപ്പിങ്ങിനും ക്രോസ് പീസ് തന്നെ വെട്ടി ഇതാക്കി കൊടുക്കണം. ഇനി നമ്മൾ ഈ ഒരു പീസ് നമ്മൾ 2ആക്കി മടക്കുക. എന്നിട്ട് നമ്മുടെ ബാക്കിലെ പീസിൻ്റെ നെക്ക് വശം വെച്ച് കൊടുക്കാം നമുക്ക്. ഇതേപോലെ നെക്കിൻ്റെ ഭാഗം നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിമടക്കി ലാസ്റ്റ് നൈറ്റിയുടെ ഏറ്റവും താഴെ ഭാഗമില്ലേ, നമ്മുടെ താഴെ ഭാഗം മടക്കി അടിക്കൂലേ, ആദ്യം അരയിഞ്ച് മടക്കിയിട്ട് പിന്നെ ഒരു അരയിഞ്ചും കൂടി മടക്കിയിട്ട് അടിഭാഗമാണ് ഞാൻ ഈ മടക്കി തയ്ക്കണത് കേട്ടോ. ഇനി അത് ഞാൻ കാണിക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. സാധാരണ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ തയ്ക്കണതാണല്ലോ, അതുകൊണ്ടാണ് പിന്നെ കാണിക്കാത്തത്. അപ്പോൾ ഞാൻ ഓർത്തിനി അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ച്. ഇതേപോലെ ആദ്യം തന്നെ അരയിഞ്ച് മടക്കി കൊടുക്കുക, പിന്നെ അരയിഞ്ച് മടക്കുക കേട്ടോ. നൈറ്റിയുടെ ലെങ്ത്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്ത് എടുത്തിട്ട് വേണോട്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഞാൻ നല്ല ഭാഗം തിരിച്ചിട്ടിട്ട് കാണിച്ചു തരാം. ഇതേപോലെയാണ് നമ്മുടെ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള മോഡൽ കേട്ടോ. നല്ലൊരു അടിപൊളി മോഡലാണ്. ഞാനിപ്പോൾ ഇത് ഇവിടെ നമ്മളൊരു ബോയയും കൂടി കൊടുക്കും കേട്ടോ. ഒരു ഷോ ബട്ടണും വെച്ചിട്ട് ഇങ്ങനെ നമ്മളൊരു ഒരു വള്ളി 2 എണ്ണം ഇങ്ങനെ തോന്നിയത്, ഞാനത് മറന്നു ഇതാണ് കേട്ടോ. ഞാനപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ അത് കാണിച്ചിട്ടുണ്ട്. ഞാനത് വെക്കാൻ മറന്നു ഇതാണ് കേട്ടോ. പെട്ടെന്ന് തയ്ച്ചെടുത്തപ്പോൾ അത് മറന്നുപോയി. അപ്പോൾ ആ ഒരു ഇതും കൂടി നമ്മളൊരു ബോയാന്ന് പറയും അതിനാ.
ഒരു വള്ളി പോലെ തയ്ച്ചിട്ട് രണ്ട് വശം ഇങ്ങനെ തൂങ്ങി കിടന്നിട്ട് അതുമ്പോൾ അങ്ങനെ ഇതാക്കി വെക്കൂലേ നമ്മൾ, അങ്ങനെ എല്ലാ നൈറ്റിക്കും ഉണ്ടാവൂലേ, അതേപോലെ തയ്ച്ചിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഷോ ബട്ടണും വെച്ച് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ ഇവിടെയും ഒരു ഷോ ബട്ടൺ വെക്കാം, ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഷോ ബട്ടൺ വെക്കാം, നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലൊരു ഡിസൈനാണ്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല എന്താ പറയുക, നമുക്ക് നല്ല തൃപ്തിയായിട്ട് ഇടാൻ പറ്റിയൊരു നൈറ്റി ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ്. ഇപ്പോൾ ഇതൊക്കെ ഒരുപാട് പേര് തയ്ച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് തയ്ച്ചൊക്കെ വരുമാനം നേടുന്ന ഒരു നൈറ്റിയും കൂടി, നൈറ്റിയുടെ മോഡലാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് നമ്മളോട് പറയട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.